രാവിലെ ഇച്ചിരി മുളകൊക്കെ നുള്ളിയെടുത്തിട്ടുണ്ട്. വെള്ളക്കാന്താരി, നീല ഉണ്ടമുളകല്ല. വേവിച്ച് വെച്ചിരുന്ന ബീഫാണത്. നമുക്കൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നല്ലപോലെ ഇളക്കി ആവശ്യത്തിനുള്ള പൊടികളും എല്ലാം ചേർത്ത് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ വറുത്ത് കോരി എടുക്കുക. രാവിലത്തേക്കുള്ള കാപ്പിക്ക് ബീഫ് വറുത്തതും അരിപ്പത്തിരിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പത്തിരിക്കുള്ള മാവ് ശരിയാക്കുവാണ്. ഉപ്പിട്ട് തിളച്ച വെള്ളത്തിലേക്ക് മാവ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കിണ്ടി ഇറക്കി വെച്ച് ചൂട് കുറച്ചൊന്ന് പറയുമ്പോൾ നല്ലതുപോലെ ഒന്ന് അയച്ചെടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഒരു ലൈക്ക് തരാനായിരുന്നു മറക്കരുത്. ഒന്ന് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. മാവ് അങ്ങനെ ഇറക്കി വെച്ച് ബീഫ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് കിണ്ടി എടുത്ത് ഉരുട്ടിയെടുക്കുക. പത്തിരി മാവ് പാകമായില്ലെങ്കിൽ പരത്തിയെടുക്കുമ്പോൾ ഒരുമാതിരി ഇരിക്കും. അപ്പം പത്തിരിയെല്ലാം പരത്തിയെടുത്ത് ഇനി അത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. ഈ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി റോസ്റ്റിനുള്ള ഉള്ളി ഇട്ട് ഒന്ന് ശരിയാക്കി എടുക്കുക. ഉള്ളി കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇടയ്ക്കൂടെ പത്തിരിയും ചുട്ടെടുക്കുക. ഉള്ളി നല്ലപോലെ വാടിയപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. പേസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ച മാറുമ്പോൾ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതിനുള്ള മസാലപ്പൊടികളും ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി പാകത്തിന് ഉപ്പ് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി മൂടി വയ്ക്കുക. ആ സവാളയും തക്കാളിയും അരപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് പാകമായി വരട്ടെ. ഇനി നമുക്ക് പത്തിരിക്ക് വേണ്ടി ഇച്ചിരി തേങ്ങാപ്പാൽ ഉണ്ടാക്കുക. അതിന് തേങ്ങ ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉപ്പും ഇട്ട് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തേങ്ങ ആയതുകൊണ്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ വേഗം അരഞ്ഞ് കിട്ടും. പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അരപ്പും എല്ലാം റെഡിയായി, ഉള്ളിയൊക്കെ വെന്തു. അപ്പോൾ എല്ലാം റെഡിയായിട്ടുണ്ട് രാവിലത്തേക്കുള്ളതെല്ലാം. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം.